ശ്രീ ബിജോ മാണി, ഇപ്പോൾ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ മറ്റൊരു പതിപ്പായി മാറുകയാണോ മൂന്നാർ ജനകീയ സമിതി? ഇപ്പോൾ ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടുകൾക്കെതിരായിട്ട് ഇടുക്കിയിൽ വിജയിച്ച ഒരു സമരമാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി നടത്തിയത്. ഇതേ മാതൃകയിലാണോ ഇപ്പോൾ മൂന്നാർ ജനകീയ സമിതി മുന്നോട്ട് പോകുന്നത്? അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ബാബുലാൽ ഉയർത്തിയ ആരോപണങ്ങൾ എത്ര ബാലിശമാണ്. ഏതെങ്കിലും ഒരു മൂന്നാറിലെ ചെറുകിട കച്ചവടക്കാരന് ഈ കയ്യേറ്റം ഒഴിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ടോ? ദേവികുളം ആർ ഡി ഒ നൽകിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും റവന്യൂ ഉദ്യോഗസ്ഥന്മാർ നൽകിയിട്ടുണ്ടോ? അങ്ങനെ ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് ഹാജരാക്കട്ടെ. ഏതെങ്കിലും പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾക്ക് കുടി ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ അവരുടെ കയ്യേറ്റം ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ടോ? അപ്പോൾ ഇതെല്ലാം ഒരു മറയാണ്. പാവപ്പെട്ട ചെറുകിട കച്ചവടക്കാരെയും തോട്ടം തൊഴിലാളികളെയും മുൻനിർത്തി CPM നടത്തുന്ന സമരമാണിത്. ഒരു സംശയവുമില്ല. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയെ മുൻനിർത്തി CPM കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് സമരം നടത്തിയതുപോലെ തന്നെ ജനകീയ സമിതി എന്ന പേരിൽ ഒരു സമിതി ഉണ്ടാക്കി ഇവിടുത്തെ കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢ അജണ്ടയാണ് ഈ സമരത്തിൻ്റെ പിന്നിലുള്ളതെന്ന് വളരെ വ്യക്തമാണ്. ഒരു സംശയമില്ല ഈ കാര്യത്തിൽ. ശ്രീ CK ബാബുല, ആർക്കാണ് അങ്ങനെ നോട്ടീസ് കിട്ടിയിട്ടുള്ളത്? ഇപ്പോൾ പാവപ്പെട്ട കർഷകരുടെ കാര്യം താങ്കൾ പറയുന്നു, വ്യാപാരികളുടെ കാര്യം പറയുന്നു. താങ്കൾക്കെതിരെ എന്തെങ്കിലും നടപടികൾ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായോ? ദേവികുളം സബ് കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായോ? കയ്യേറ്റം എന്ന പേരിൽ ഏതെങ്കിലും ഭാഗം ഒഴിഞ്ഞു കൊടുക്കണമെന്ന ആവശ്യപ്പെടലുണ്ടായോ? ഈ നാളെ ചെയ്യുന്ന സമരം അല്ല, അക്കാര്യം പറയൂ. എല്ലാ പത്ര മാധ്യമങ്ങൾക്കും കിട്ടിക്കാണും എന്നെനിക്ക് തോന്നുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പേര് മൂന്നാറിലല്ലാത്ത കയ്യേറ്റത്തിൽ അനാവശ്യമായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, മൂന്നാറിൽ കയ്യേറ്റമില്ല. ഈ രണ്ട് ഡിമാൻഡുകളെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അല്ല, അത് വിശ്വസിക്കാൻ പ്രയാസമാണ് ശ്രീ ബാബുലാൽ. ഒരു പേര് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാർ ട്രൈബ്യൂണലിന്റെ പേര് മാറ്റേണ്ടി വരും. അങ്ങനെയെങ്കിൽ മൂന്നാർ അല്ല, ഈ മൂന്നാർ ട്രൈബ്യൂണൽ പരിഗണിക്കുന്ന ചിന്നക്കനാലിലെയും കാന്തല്ലൂരിലെയും ഒക്കെ കയ്യേറ്റങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അത് മാറ്റേണ്ടി വരും. അന്നും ഇന്നും അല്ല, അവിടെ ഈ മൂന്നാർ ഇപ്പോൾ ട്രൈബ്യൂണലിന്റെ പേര് പറഞ്ഞു. അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള എല്ലാ ടൂറിസ്റ്റ് റിസോർട്ടുകളും മൂന്നാർ എന്നാണ് വെബ്സൈറ്റുകൾ പരിശോധിച്ചാൽ അറിയാം. ചിന്നക്കല എന്നിട്ട് മൂന്നാർ എന്നാണ് ഉപയോഗിക്കുന്നത്. അതൊരു കോമൺ നയം എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ട് ഈ മൂന്നാർ എന്ന് പറയുന്നത് കൊണ്ട് അതുകൊണ്ട് അവിടെയുള്ള ആളുകളെ എല്ലാ അഭിമാനത്തിന് ആർക്കെങ്കിലും എതിരെ ഇപ്പോൾ നാളെ സമരത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾക്കോ വ്യാപാരികൾക്കോ ആർക്കെങ്കിലും ദേവികുളം സബ് കളക്ടറുടെ ഭാഗത്തു നിന്നും നിയമ നടപടി നേരിടേണ്ടി വന്നു? ഉദാഹരണത്തിന് താങ്കളുടെ തന്നെ കാര്യം, താങ്കളും ഒരു വ്യാപാര സ്ഥാപനം നടത്തുന്ന ആളാണല്ലോ. എന്തെങ്കിലും നടപടി റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, മാധ്യമം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ പോലെ ചിന്നക്കനാലിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും ഞങ്ങൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മൂന്നാറുകാർക്ക് ഇറങ്ങി നടക്കാൻ വയ്യാത്തൊരു സാഹചര്യം. നിങ്ങൾ മുഴുവൻ കയ്യേറ്റക്കാരാണ്. നിങ്ങൾ എന്താണ് അവിടെ കയ്യേറിയിരിക്കുന്നത് എന്നുള്ള അതിൽ നിന്ന് ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും, മൂന്നാറിൽ ഒരു കാരണവശാലും കയ്യേറ്റക്കാരല്ല, ഇവിടെ മുഴുവൻ വന്നിരിക്കുന്ന കുടിയേറ്റക്കാരാണ്. അങ്ങനെ കയ്യേറ്റക്കാരുണ്ടെങ്കിൽ ഒഴിപ്പിക്കാനുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ മിഷണറീസും ഗവൺമെൻറ്റുകളും ഉണ്ടല്ലോ. അതിനെതിരെ ഞങ്ങൾ ഇതുവരെ സമരം ചെയ്തിട്ടില്ലല്ലോ. പിന്നെ മൂന്നാറിൽ കിടക്കുന്ന കയ്യേറ്റക്കാരനെ പിന്നെ എന്ത് പേരാണ് വിളിക്കേണ്ടത്? കയ്യേറ്റക്കാരനെ തന്നെ വിളിക്കണം. അതിന് അല്ലാതെ മറ്റെന്ത് പേരാണ് അവരെ വിളിക്കേണ്ടത്? നിങ്ങൾ ഇത്ര ബാലിശമായ ഒരു ആരോപണം ഉന്നയിക്കല്ലേ? ഇല്ല, കയ്യേറ്റക്കാരെന്ന് പറഞ്ഞിട്ടില്ല, മൂന്നാറിൽ കുടിയേറ്റക്കാരേ ഉള്ളൂ. അവർക്ക് വിളിക്കേണ്ടത് പറഞ്ഞെന്ന് പറഞ്ഞാൽ മൂന്നാറിലുള്ള സാധാരണ ജനങ്ങൾ, ഇവിടെയുള്ള സാധാരണ രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും കയ്യേറ്റക്കാരെന്ന് വിളിച്ചിട്ടുണ്ടോ? മൂന്നാറിലുള്ള ഇത് പ്രചാരണം മാത്രമാണ്. ഇത് തന്നെയാണ് മന്ത്രി എം എം മണിയും എസ് രാജേന്ദ്രൻ MLA യും പ്രചരിപ്പിക്കുന്നതും ഇത് തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്. മൂന്നാറിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് നേരെ കടന്നുകയറ്റം ഉണ്ടാകുന്നു, കയ്യേറ്റക്കാരായി അവരെ ചിത്രീകരിക്കുന്നുവെന്ന്. രാഷ്ട്രീയ കാഴ്ചപ്പാടും ഇതിൻ്റെ അകത്ത് മതപരമായിട്ടുള്ള എല്ലാ മതങ്ങളെയും എല്ലാ സമുദായക്കാരെയും എല്ലാ ഭാഷകളെയും മൂന്നാർ എന്ന് പറയുന്ന പല നാനാഭാഗത്തിൽ നിന്ന് വന്ന് ഇവിടെ താമസിച്ച് ഉപജീവനം നടത്തുന്നതാണ്. ഈ മൂന്നാറിൻ്റെ ഈ ടൂറിസം സോണിൽ നിന്ന് എറണാകുളം തൊട്ട് ഇവിടം വരെ സാധാരണ ജനങ്ങൾ ജീവിക്കുന്നില്ലേ? പിന്നെ ഞങ്ങൾ എന്തെങ്കിലും പറയാറുണ്ടോ? ഒന്നും പറയാറില്ലല്ലോ.
എല്ലാവരും ഉണ്ട്. മനുഷ്യനൊരു ടൂറിസം ഒരു സ്ഥലത്ത് കിട്ടിയാൽ അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി എല്ലാവരും ബാധിച്ചാണ്. അതിന്റെ ഒരു പാവഭാരം എന്ന നിലയിൽ മൂന്നാർ ടൗണിനകത്ത് കച്ചവടം ചെയ്യുന്ന ആളുകളോ അവിടെ താമസിക്കുന്ന ആളുകളോ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളോ ആരെയും ഒഴിഞ്ഞു പോകണമെന്ന് നോട്ടീസ് കൊടുത്തിട്ടില്ല.